സാംസൺ സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി തന്റെ പേര് അനാവശ്യമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണെന്നും കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തന്റേതല്ലെന്നും വ്യക്തമാക്കി നടി ധന്യ മേരി വോഗീസ്. കമ്പനിയുടെ ഡയറക്ടർ, ഓഹരി ഉടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തിയല്ല താനെന്നും ധന്യ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ധന്യയുടെ പട്ടത്തും പേരൂർ കടയിലുമുള്ള 1.56 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് നടിയുടെ പ്രതികരണം. ധന്യ മേരി വോഗീസിന്റെ കുറിപ്പ് ഇങ്ങനെ: സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചുള്ള ഇ.ഡി. കൊച്ചിയുടെ 29/11/2024 പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ എന്റെ പേര് അനാവശ്യമായി ഈ വിഷയത്തിൽ ചേർത്തിരിക്കുകയാണെന്ന് വ്യക്തമാക്കേണ്ട സമയമാണിത്. ആ പ്രസ്താവനയിൽ വ്യക്തതയുടെ അഭാവം കാരണം എന്റെ പേര് തെറ്റായി കമ്പനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രചരിക്കുകയുണ്ടായി. ഞാൻ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർ, ഓഹരി ഉടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തി അല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രസ്തുത പ്രസ്താവനയിൽ 180 ദിവസത്തേക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട 3 സ്വത്തുക്കൾ താൽക്കാലികമായി സീൽ ചെയ്തിരിക്കുന്നുവെന്ന് പ്രസ്താവനപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ സ്ഥിതി ചുവടെ വ്യക്തമാക്കുന്നു. 1. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്ന കമ്പനി ഉടമസ്ഥതയിലുള്ള കരകുളത്തുള്ള വാസ്തു. 2. സാംസൺ ആൻഡ് സൺസ് കമ്പനിയുടെ ഭൂമിയുടെ അവകാശം ഉന്നയിച്ചുള്ള മോഹൻകുമാർ എന്ന വ്യക്തിയുടെ പേരിലുള്ള വസ്തു. 3. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ സാമുവൽ ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലാറ്റ്. ഈ 3 സ്വത്തുക്കളും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. എനിക്കതിൽ യാതൊരു അവകാശവുമില്ലാത്തതാകുന്നു. സീൽ ചെയ്ത സ്വത്തുക്കളുടെ വിശദമായ പട്ടിക കമ്പനിക്ക് നൽകിയ നോട്ടീസിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പൊതുപ്രസ്താവനയിലല്ല. ആയതിനാൽ ചില മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കി തന്റെ സ്വത്തുക്കൾ സീൽ ചെയ്തുവെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇത് മുൻനിരയിലുള്ള വാർത്താ ഏജൻസികൾ എന്തുകൊണ്ട് സത്യാവസ്ഥ പരിശോധിക്കാതെ പ്രസിദ്ധീകരിച്ചുവെന്ന് താൻ ചിന്തിക്കുന്നു. ഈ തെറ്റായ പ്രചാരണം തന്റെ പേരിൽ അനാവശ്യമായ കുറ്റം ചുമത്താനും തനിക്ക് തന്റെ സത്യസന്ധത തെളിയിക്കാൻ തടസ്സം സൃഷ്ടിക്കാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിന് മറുപടി നൽകുന്നതിനായി താൻ നിയമ നടപടികൾ സ്വീകരിച്ച മാധ്യമങ്ങളെ അവരുടെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം നിയമപരമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോടെ വിശദമായ പുനഃപ്രസിദ്ധീകരണം നൽകാൻ ഇ.ഡിയോട് അപേക്ഷിക്കാവുന്നതുമാണ്. ഈ അവസ്ഥയിൽ എന്റെ പക്കൽ വന്നുനിന്ന് സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി. ധന്യ മേരി വോഗീസ്.